വാകത്താനം കോട്ടയത്ത് നിന്നും 15 കിലോമീറ്റർ മാറി കിഴക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ സ്ഥലം. ഇവിടെ 185 പരം വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ വാകത്താനം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി ഇന്ന് പുനർനിർമ്മാണത്തിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. കോട്ടയത്തെ ഏറ്റവും വിസ്താരമുള്ളതും വലിപ്പമുള്ളതുമായ വലിയ പള്ളിയായി മാറിയിരിക്കുന്നു. ഈ ചരിത്ര നേട്ടത്തിനു പിന്നിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ഇടവകാംഗങ്ങളുടെ നിസ്തുലമായ സേവനവും അർപ്പണ മനോഭാവവും കൂടിയാണെന്ന് ഇടവക വികാരി ഫാദർ VM എബ്രഹാം പറയുന്നു. 3 വർഷം മുമ്പേ ആരംഭിച്ചതായ വാകത്താനം വലിയ പള്ളി പുനർനിർമ്മാണത്തിനു വേണ്ടി മുഖ്യമായും പ്രവർത്തിച്ചത് 100 അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി വളരെ പ്രാവശ്യം പ്രാർത്ഥനയോടുകൂടി കൂടി വരികയും കൂലങ്കഷമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ പരിണതഫലമാണ് ഇന്ന് കാണുന്നതായ വളരെ മനോഹരമായ ഈ ദേവാലയം. ഈ ദേവാലയത്തിലെ മുഴുവൻ ആളുകളും ഈ കമ്മിറ്റിയോടെ വളരെ സന്തോഷത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതായ സംഗതിയാണ്. ഈ കമ്മിറ്റിയുടെ മുഖ്യ ചുമതലക്കാരനായ എന്റെ കൺവീനറായി പ്രവർത്തിച്ചത് ദേവാലയങ്ങളൊക്കെയും പണിത് പരിചയവും പ്രാവീണ്യമുള്ളതായ ജേക്കബ് ജോൺ വെട്ടിയിലാണ്. നമ്മുടെ സഭയിലെ അനേകം ദേവാലയങ്ങൾ വളരെ ഭംഗിയായി പണിത് പൂർത്തീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം സ്വന്തം ദേവാലയം വളരെ കാര്യക്ഷമമായി പൂർത്തീകരിപ്പാൻ തക്കണം ഉത്സാഹിച്ചു. അത് ഇടവജനങ്ങൾക്കൊക്കെയും വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്നതായ കാര്യമായിരുന്നു. സാമ്പത്തികമായ കാര്യങ്ങളൊക്കെയും കൈകാര്യം ചെയ്തത് ഫൈനാൻസ് കമ്മിറ്റി കൺവീനർമാരായ പാപ്പച്ചൻ വർഗീസ് കാലായിലും സ്റ്റീഫൻ ജേക്കബ് ഓണാട്ടുമാണ്. ഈ രണ്ടുപേരും അവരുടെ പ്രവർത്തനങ്ങളിലെ വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് എടുത്തു പറയേണ്ടതായ സംഗതിയാണ്. ഇതുവരെയും യാതൊരുവിധമായ കുറവുകളോ വൈകല്യങ്ങളോ കൂടാതെ കണക്കുകളൊക്കെയും എഴുതുന്നതിനും അതാത് സമയം കമ്മിറ്റികൾ സമർപ്പിക്കുന്നതിനും അവർക്കിടയായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പള്ളിയുടെ ഇന്റീരിയറൊക്കെയും ഏറ്റവും ശ്രദ്ധേയമായി നിർവഹിക്കാൻ തക്കവണ്ണം അതിന്റെ കമ്മിറ്റി കൺവീനറായി പ്രവർത്തിച്ചത് ജോർജ് തോമസ് വള്ളവലിൻകടവിലാണ്. ഏറ്റവും കലാമൂല്യമുള്ളതായ പണിക്കാരെ കണ്ടെത്തുന്നതിനും തടിപണികൾക്കൊക്കെയും ഏറ്റവും കലാപരമായ രീതിയിൽ അത് പണിയുന്നതിനൊക്കെയും അദ്ദേഹം ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. പള്ളിക്കകത്ത് കാണുന്നതായ കലാപരമായ കാര്യങ്ങളൊക്കെയും അതിന് ഉത്തമ തെളിവുകളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ ജനറൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് KA കുര്യൻ കൊച്ചേരിയാണ്. കമ്മിറ്റിയുടെയും പൊതുയോഗത്തിന്റെയും മിനിറ്റ്സുകൾ ഭംഗിയായി ക്രോഡീകരിക്കുന്നതിനും അതേ കമ്മിറ്റികളൊക്കെയും ഭംഗിയായി അത് അവതരിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതും എടുത്തു പറയേണ്ടതായ സംഗതി തന്നെയാണ്. ഇലക്ട്രിക് സംബന്ധമായ ജോലികളൊക്കെയും ഭംഗിയായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം പ്രവർത്തിച്ചതായ ഇലക്ട്രിക് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചത് മുട്ടത്തുകര MO ഉതുപ്പാണ്. ആ വക കാര്യങ്ങളൊക്കെയും വളരെ ഭംഗിയായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ആ കമ്മിറ്റിക്കും അതിന്റെ ചെയർമാനും സാധിച്ചു എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ്. സോവനിയർ കമ്മിറ്റി കൺവീനറായി ജോണിക്കുട്ടി സാർ വാക്കയിലും പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായി ജേക്കബ് സക്കറിയ പള്ളിക്കപ്പറമ്പിലും ലാൻഡ്സ്കേപ്പിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി MC കുര്യാക്കോസ് മുളകൊടിയിലും പ്രവർത്തിച്ചു എന്നതും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കാലാകാലങ്ങൾ കണക്കുകളൊക്കെയും ഓഡിറ്റ് ചെയ്ത് കമ്മിറ്റികളിലെ അവതരിപ്പിക്കാൻ തക്കവണ്ണം ഏൽപ്പിച്ചിരുന്നതായ കമ്മിറ്റിയിലെ 3 പേരെ ഉൾക്കൊള്ളുന്നുള്ള ബിജു ജോൺ താന്നിമൂട്, തോമസ് വി വർക്കോസ് വല്ലിയേരിൽ, പ്രദീപ് മാത്യു എണ്ണശ്ശേരിൽ എന്നിവരാണ് ആ കാര്യങ്ങളൊക്കെയും ഭംഗിയായി നിർവഹിച്ചത്. തീർച്ചയായിട്ടും അവരുടെ ആ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാകുന്നു എന്ന കാര്യവും ഓർപ്പിക്കുവാൻ തക്കവണ്ണം അതിന്റെ ചുമതലക്കാരനായി ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാവുന്നു ചെയ്യുന്നത്. പള്ളിയുടെ ട്രസ്റ്റിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മാണിക്കുഞ്ഞ് പള്ളിക്കപ്പറമ്പിലും അതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് KT പീലിപ്പോസ് കാര്യക്കുളവുമാകുന്നു. ഈ രണ്ടുപേരോട് ചേർന്ന് പള്ളി കമ്മിറ്റി പള്ളി കുദാശപരമായ കാര്യങ്ങളിലും പള്ളി നിർമ്മാണ പൂർത്തീകരണ കാര്യങ്ങളിലും വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു വരുന്നു. ഈ 101 അംഗ കമ്മിറ്റികൾ ചേർന്ന് കുദാശപരമായ കാര്യങ്ങളൊക്കെയും ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു വരികയാണ്. ഇവരെല്ലാം ഉൾക്കൊള്ളുന്നതായ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിന്റെ ആദ്യ സമയം മുതൽ അതിന്റെ പൂർത്തീകരണത്തിന്റെ സമയം വരെയും അതിന്റെ ചീഫ് എഞ്ചിനീയറായി പ്രവർത്തിച്ചത് ജേക്കബ് സക്കറിയ
കാര്യക്കുളമാണ്. ദേവാലയങ്ങൾ ഒക്കെയും പണിത്, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെയും കെട്ടിടങ്ങൾ പണിത് വളരെ പ്രാവീണ്യമുള്ളതായ എഞ്ചിനീയറായ അദ്ദേഹത്തിന് സ്വന്തം ദേവാലയം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാനുള്ളതായ അവസരം ലഭിച്ചപ്പോൾ മുഴുവൻ സമയവും പള്ളിയിൽ നിന്നുകൊണ്ട് അതിനാവശ്യമായ സൂപ്പർവൈസിംഗ് സംബന്ധമായ കാര്യങ്ങൾ നിർവഹിച്ചു. അദ്ദേഹത്തെ സഹായിപ്പാൻ തക്കവണ്ണം എഞ്ചിനീയറായ രഞ്ജി പി കുര്യൻ ഓണാടും പ്രവർത്തിച്ചു എന്നുള്ളതും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിച്ചുകൊള്ളുന്നു. പള്ളിയുടെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെയും പ്രവർത്തിക്കാൻ തക്കവണ്ണം മാണിക്കുഞ്ഞ് വള്ളംകടവിൽ അക്കൌണ്ടന്റായി സേവനം നിർവഹിച്ചു. ഇടവാംഗമായ ശ്രീ കുര്യൻ തോമസ് തരകൻപിയുടെ ഓണാട് പള്ളിയുടെ മുഖ്യ സൂപ്പർവൈസറായി പ്രവർത്തിച്ചു എന്ന കാര്യവും സന്തോഷത്തോടെ ഈ അറിയിക്കുന്നു. ഈ 101 അംഗ കമ്മിറ്റി വളരെ ഭംഗിയായി പ്രവർത്തിച്ചതുകൊണ്ടാണ് വളരെ ഭംഗിയായി ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യവും ഈ സമയത്ത് എടുത്തു പറയേണ്ടതായ സംഗതിയാകുന്നു. ഈ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായി സഹവികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യനച്ചനോട് ചേർന്ന് ഈ ഇടവകയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരും പ്രവർത്തിച്ചിരുന്നു. അതിമനോഹരമായ ദേവാലയത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് എറണാകുളത്തുള്ളതായ ആർക്കിടെക്ട് ജേക്കബ് ചെറിയനാകുന്നു. വളരെ മനോഹരമായി ഈ പണികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് കൊച്ചുമ്മൻ അസോസിയേറ്റ് മാവേലിക്കരയാകുന്നു എന്ന കാര്യവും സന്തോഷത്തോടെ ഈ സമയത്ത് അറിയിക്കുകയാകുന്നു.